ഹലോ, ഇന്ന് റംബൂട്ടാൻ കറി വെച്ചാലോ എന്നോർത്ത്. അന്നേരം ഇതുവരെ ഞാനത് കറി എങ്ങനെയാണെന്ന് വെച്ചിട്ടില്ല, അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം പൊളിച്ച് ഒരു പാത്രത്തിലോട്ടാക്കി അതൊന്ന് വേവിക്കാൻ വെച്ചു. ഒരു പാത്രത്തിലോട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഞാനത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. ഇതുവരെ കറി വെച്ചിട്ടില്ല. അച്ചാർ ഇടുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ കറിയായിട്ട് വെക്കുമെന്ന് ഓർത്ത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അതിനുള്ള അരപ്പെല്ലാം കൂടി ചേർക്കണം. അത് നമ്മൾ സാധാരണ മോരിനെടുക്കുന്ന പോലെ തന്നെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. അന്നേരത്തേക്ക് ആ റംബൂട്ടാൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്താ കുരുവിൽ നിന്നത് വിട്ട് വരണം കേട്ടോ. ആ പരുവത്തിൽ അത് മൊത്തം വെന്തിട്ടുണ്ട്. അങ്ങനെ അരപ്പ് ചേർത്ത് തിള വരുന്നത് കണ്ടപ്പോഴേ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിരിപിരാന്ന് കിടക്കും. പിന്നെ താളിക്കണമല്ലോ. അങ്ങനെ എണ്ണയൊഴിച്ച് കടുകും ഉലുവയും ചുവന്നുള്ളിയും കറിവേപ്പില ഇന്നുമില്ല കേട്ടോ. പിന്നെ ഇത് വറ്റൽമുളകും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചിട്ട് ഈ ചാറിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അതിലോട്ട് ഞാൻ എടുത്തൊഴിച്ചു. അത് കണ്ടപ്പോൾ എൻ്റെ കൊച്ചിന് ചോറ് താ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആദ്യമായിട്ട് ഞങ്ങൾ ഈ കറി വെക്കുന്ന കേട്ടോ. നിങ്ങൾ വെക്കുന്നുണ്ടായിരിക്കും കറി, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് വെച്ചത് കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അന്നേരം കൊച്ചിന് ചോറ് താ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഫസ്റ്റിൽ ആ കറിയും വെച്ചു, അവൾക്ക് ചോറും കൊടുത്തു.